അപ്പോൾ ഹലോ ഗായ്സ്, ദിസ് ഈസ് പ്രോ ഗെയിമിംഗ്. നമ്മളാണെന്നുണ്ടെന്ന് നമ്മളെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എന്തെന്നാന്നില്ലാത്തൊരു വീഡിയോയിലായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെന്താ ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ ഏത് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഔട്ടാകുന്നതാണ്. ഇതായിരിക്കും എൻ്റെ ഒഫീഷ്യൽ സ്കിന്ന് എന്നൊക്കെ പറയുന്നത്. കാരണം ഇതിൽ മറ്റേ മീശ കാണിപ്പിച്ചാൽ പേടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബോഡി കാണിച്ചിട്ടാണ് പേടിപ്പിക്കുക. എൻ്റെ സിക്സ് പാക്ക് എല്ലാം കാണിച്ചിട്ട് പേടിപ്പിക്കുക. അയ്യോ തരം ഇമോട്ട് കാണാത്ത ഇമോട്ട് സെക്ഷൻ ചേഞ്ച് ഇമോട്ട് സെക്ഷൻ ഒന്നും കാണുന്നില്ല. എന്തായാലും കാണുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. 1 2 3 സ്റ്റാർട്ട്. നമുക്ക് എന്തായാലും മരം വെട്ടിയേക്കട്ടോ. പിന്നെ എനിക്ക് ഇംഗ്ലീഷിൽ ഈ ഒരു ലെറ്റർ പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മലയാളത്തിൽ ആ പറയാം. നമുക്ക് ഫസ്റ്റ് മരം വെട്ടോ. ഇതിൽ മിക്കവാറും ഞാൻ മലയാളത്തിൽ മാത്രമേ പറയത്തുള്ളൂ. വേഗം പൊളിച്ചെടുക്കടാ. ജംഗിൾ ലോഗാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത നമുക്ക് ഗ്രീഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗ്രീഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീഫ്റ്റിംഗ് ആണ് ഗൈസ്, ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഗ്രീഫ്റ്റിംഗ്. പിന്നെ നമ്മൾ ഒരു ഇനി എവിടെയെങ്കിലും വുഡൻ പൊട്ടിക്കാനുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്രിഫ്റ്റിംഗ് ടേബിൾ പോവുക. നമ്മൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ചെയ്യണം, അല്ലേ ഇതിൽ നിന്ന് ഞാൻ ഔട്ടാവും. നമ്മൾ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യലാണ്. ഞാൻ ഈ അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു ഞാനിപ്പോൾ അതിനിപ്പോൾ എങ്ങനെയാണ് പറയുക. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും പറയാട്ടോ. വീഡിയോ ഞാൻ പോക്കുന്നതായിരിക്കും. ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയുന്ന കുഴപ്പമില്ല. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. ഇത് ഇൻട്രോയിൽ പറയാനുള്ളതായിരുന്നു, ഞാൻ മറന്നുപോയടേ സത്യത്തിൽ പറയാൻ. അതിനോണ്ടാട്ടോ സോറി. പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് തന്നെ വരാം. 1 2 3 സ്റ്റാർട്ട്. നമ്മളെന്തായാലും നമ്മൾ കുറേ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ കുറേ ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണ്. എത്ര ആവശ്യം വരുമെന്ന് പറയാനാവത്തില്ലല്ലോ. ഇത് മതി, ഇന്നത്തേക്കുള്ള മതി. ഇനിയിപ്പോൾ ഗ്രീഫ്റ്റിംഗ് ടേബിൾ കൂടെ വെക്കടാ. ഗ്രീഫ്റ്റിംഗ് കുറേ വടി ഉണ്ടാക്കാം. വടി സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതായില്ലേ, സ്റ്റോൺ മരം വെട്ടുന്നതായി. പിന്നെ ഇനി ഏതാ ഈ കുഴിക്കുന്നതായി. പിന്നെ എല്ലായി ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് വെച്ചാൽ മാത്രം മതി. പൊട്ടേ ഇനി ഇതിവിടെ വരട്ടെ, ഇതിവിടെ വരട്ടെ. എടുക്കല്ലേ, ഇനിയിപ്പോൾ ഇത് വരാണ്ടല്ലോ. അന്നേരം മറ്റേത് മുകളിലേക്ക് ഇതാക്കല്ലേ.
ഗ്രീഫ്റ്റിംഗ് ടേബിൾ ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. ഗ്രീഫ്റ്റിംഗ് ടേബിൾ നമ്മളെന്തായാലും നമുക്ക് എന്തെങ്കിലും രാത്രിത്തേക്കുള്ള ബെഡിന് സെറ്റാക്കണം. ബെഡിന് BED അല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത്. അവിടെ സീഡുണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു കൗന കടയില്ല കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഇതുണ്ടാക്കട്ടെ. കിടക്കട്ടെ. അത് തീരെ അണിയിട്ട് തന്നെ എടുത്ത മൊത്തം വുഡാകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ലക്ഷം കൂടി വേണമല്ലേ. അതാ കുഴപ്പം വരുന്നത്. ഇതാണ് ജംഗിൾ ബയോമാണ്. ഇവിടെ അധികമായിട്ട് ഒരു മൃഗത്തിനെയും കാണുന്നതല്ല. പിന്നെ ഞാൻ 1.21 അല്ല ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന 1.22 ഇറങ്ങുമ്പോൾ മാത്രമേ ഞാൻ ഇതിൻ്റെ സീരീസ് ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പോഴേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് റിക്കവറി ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ടൈമാവും. റിക്കവറി എടുത്തേക്കണം, പിന്നെ കുറേ പണി ഉണ്ടാവും. അതിനോട് ഞാൻ 1.22 വരും വരെ മിക്കവാറും കാത്തിക്കേണ്ടി വരും. അവരെ നിങ്ങളും കാത്തിക്കണമെങ്കിൽ പ്ലീസ് ഇത് കാത്തിക്ക. ലേശൊരു ടൈമൊന്ന് കാത്തുനിന്നാൽ മതി. ബാക്കിയുള്ള അത് വന്നതിന് ശേഷം ഞാൻ പിന്നെ മൊത്തം മൈൻക്രാഫ്റ്റ് ആയിക്കോളൂ. ഞാൻ പിന്നെ വേറെ ഒന്നിലോട്ട് അധികമായിട്ടൊന്നും ഫോക്കസ് ചെയ്തില്ല. മൈൻക്രാഫ്റ്റ് തന്നെ വേറെ ഇത് വേണേൽ മോഡ്സ് ഞാൻ സെലക്ട് ചെയ്യും. പക്ഷെ മൈൻക്രാഫ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആ പോരെ, അല്ലാണ്ട് എനിക്കിപ്പോൾ പറ്റത്തില്ല ഗൈസ്. അല്ലാതെ അങ്ങനെ ഇപ്പം ശരിയാവുക. അങ്ങനെ പോലെ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് എല്ലാം എനിക്ക് ഉള്ളതാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. പിന്നെ 244 സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ 200 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുമ്പോൾ ആവുമ്പോൾ ഇടേണ്ട വീഡിയോ ആണ് ഞാനിപ്പോൾ കുത്തഞ്ഞിടുന്നത്. അതിലും സോറി പറയുകയാണ് ഞാൻ. കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല അന്നേരം. കാരണം എനിക്ക് പനിയായിരുന്നു ഗൈസ്. ഒരു സന്തോഷമായിട്ടുള്ളൊരു ടൈം വരുമ്പോൾ പനിയായി പോകുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ചില ആൾക്കാർക്ക് അറിയുണ്ടാവും, പിറന്നാളിന് പനി വന്നവരുണ്ടാവും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രിപ്പ് പോകേണ്ട ടൂർ പോകേണ്ട സമയത്ത് പനി വന്നവരുണ്ടാവും. പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വേണ്ട. അതിനോണ്ട് ഞാൻ എന്തായാലും കുറച്ച് നാളിലേക്ക് വീഡിയോസ് കാണുന്നില്ല. അത് ആക്ച്വലി എൻ്റെ ഞാനിവിടെ തിന്നാനും കുക്ക് ചെയ്യാനെല്ലാം വെച്ചിരുന്ന സ്ഥലം കാണുന്നില്ലല്ലോ. ഞാൻ അതും വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എന്തായാലും കാണുന്നില്ല ഗൈസ്. എന്ത് ചെയ്യും ഒരു രക്ഷയില്ലല്ലോ. രക്ഷയില്ല. എനിക്ക് ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങണമെന്ന് നല്ല ഇതുണ്ട് കേട്ടോ. ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ലെറ്റർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇപ്പം എന്ത് ചെയ്യത്തില്ല. കാരണം എനിക്ക് ഒരു ചാൻസും കൂടി മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ചാൻസ് ഞാൻ എപ്പോൾ പറയുന്നു അപ്പോൾ ഈ കളി തീരും ഗൈസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടില്ല അപ്പം ഈ കളി അപ്പം തീരും. അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെയാണ്. നമുക്ക് നോക്കാം എന്തായാലും. ഇതിനെനിക്ക് ടേം ചെയ്തെടുക്കണമായിരുന്നു. പറ്റില്ല. നമ്മുടെ മീനുക്കുട്ടി അതിന് ഞാനിപ്പോൾ താഴെ എന്തിനു കയറി വന്ന് ഇവിടം വരെ. ഇത് സ്ഥലം കണ്ടെത്തുന്ന വരെ ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടൊന്ന് സെറ്റാട്ടെ. ഇവിടെ ഓട്ടമുണ്ടല്ലോ. ഇവിടെ അല്ലട പൊട്ട. ഇവിടെ കൺട്രോളൊക്കെ പോയില്ലേ. പിന്നെ മുന്നേ ഇവിടെയും കൂടെ ഒന്ന് വെച്ചാൽ പോരെ.
അപ്പം സെറ്റായില്ലേ? ഉള്ളിൽ കൂടെ ഒക്കെ ലൈറ്റും ഉണ്ടാവും അത്യാവശ്യം. ഇവിടെ നിൽക്കുകയും ചെയ്യാം. ഇനി രാവിലെ ആയിട്ട് കാണാം കേട്ടോ ഗൈസ്. നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടേ. എടാ പിന്നെ ലേശം ദൈവത്തിനൊക്കെ വിളിച്ചിട്ടൊരു കാര്യം ചെയ്യിപ്പിച്ച് അത് നിങ്ങളോട് പറയാനൊന്നും പറ്റത്തില്ലേ. സീക്രട്ട് ആണെന്നൊക്കെ അച്ഛൻ ചില റെയർ ടൈമിലൊക്കെ ദൈവം വന്നിട്ട് നമ്മുടെ ട്രീറ്റെല്ലാം ചെയ്യും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഈ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതിനോണ്ട് ഈ വീഡിയോ എൻ്റെ ആയതുമില്ല. വാ 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 വാ. ഓ ഞാൻ മറ്റേ മാർക്കോ ടെററാ. ഞാൻ മാർക്കോ സിനിമ കണ്ടവരുണ്ടേ മനസ്സിലാവും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷേ ടെററാന്നില്ല പറയുന്നത്. ഞാൻ മറ്റേ മാർക്കോ, അയ്യോ മാർക്കോല് എ വരുമോ, അയ്യോ എന്ന് വീണ്ടും പറഞ്ഞു. മാർക്കോല് എ വരുമോ എന്നൊരു ഡൗട്ടാണല്ലേ. ഡൗട്ട് വന്നത് വേറെ ഒന്നുമില്ല. ഇത് നല്ലൊരു വേൾഡാണ്. ഞാൻ മിക്കവാറും ഇതിൽ തന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് ഇതേ ഒരു ഇതിൽ തന്നെ ഒരു ഇതും കൂടെ ഉണ്ടാക്കിയാൽ പോരെ. എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ ചാലഞ്ചിൽ ജയിച്ചോ തോറ്റോ എന്നുള്ളത് നിങ്ങളല്ലേ പറയുക. കാരണം ഞാനൊരു ടൈം പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരിക്കും 9 മിനിറ്റാണ് സർവൈവ് ചെയ്ത് 9 മിനിറ്റും 50 സെക്കൻഡും ഒരു 10 സെക്കൻഡ് വ്യത്യാസമേ ഉള്ളൂ. അതിനോടൊരു കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ജയിച്ചോ എന്നാണോ അല്ലെങ്കിൽ തോറ്റോ എന്നാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് വെച്ചേക്കിട്ടോ. ഞാൻ പിന്നെ ഈ അടുത്ത് തന്നെ സീരീസ് തുടങ്ങണം, അല്ലെ 1.22 സീരീസ് തുടങ്ങണ്ടേന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അതാകുമ്പോൾ ലേശം ഒരു കൂടിയും ഒരു ഇതാവും. നിങ്ങൾ സീരീസ് തുടങ്ങണമെന്ന് അറിയണേ ഞാൻ എന്തായാലും തുടങ്ങും. ഇപ്പോൾ തുടങ്ങേണ്ടത് അറിഞ്ഞില്ല, ഞാൻ ഇപ്പോൾ തുടങ്ങിയില്ല. 1.22 വരുമ്പോൾ മാത്രമേ തുടങ്ങത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് എൻ്റെ ചാനൽ പോവുക. നിങ്ങളാണ് വീഡിയോസ് കാണുന്നത്, എല്ലാവരും എനിക്ക് പൊട്ടിട്ട് എന്താ കാര്യം. അതുകൊണ്ട് നിങ്ങളെന്നെ അറിയാം അല്ലേ പിന്നെ അല്ലേ. അതന്നെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാലും നിങ്ങൾ പറയാൻ പറ്റുന്നല്ല, നിങ്ങൾ പറയുന്നത് കുക്ക് ചെയ്യാൻ പോയില്ല. അപ്പോൾ നമ്മളിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.